നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൈൻമാസ്റ്ററിൽ ഡബിൾ റോൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. കൈൻമാസ്റ്ററിൽ ഡബിൾ റോൾ സിമ്പിളായിട്ട് ആർക്കും ഈ കാണുന്ന പോലെ ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, സോഫ്റ്റ്വെയറാണ് കൈൻമാസ്റ്റർ. വീഡിയോ എഡിറ്റിങ്ങിന് വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ഡബിൾ റോൾ ചെയ്യാൻ കഴിയും. അതെങ്ങനെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇൻട്രോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൈൻമാസ്റ്ററിൽ സിമ്പിളായിട്ട് നമുക്കും വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നൊരു സോഫ്റ്റ്വെയറാണ് കൈൻമാസ്റ്റർ. ഒരുപാട് ഓപ്ഷൻസ് കൈൻമാസ്റ്ററിലുണ്ട്. അപ്പോൾ ഇതേപോലെ ഡബിൾ റോളിൽ എങ്ങനെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡബിൾ റോൾ വീഡിയോ ചെയ്യാൻ നിർബന്ധമായും നമ്മുടെ കയ്യിൽ ഒരു ട്രൈപോഡ് ഉണ്ടായിരിക്കണം. മൊബൈലിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ക്യാമറ വെച്ചും ചെയ്യുക. എന്നിട്ട് ട്രൈപോഡിൽ നമ്മൾ മൊബൈൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് മൊബൈലിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ മൊബൈലിൽ ഒരു റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് 2 ഭാഗത്തായിട്ട് ഓരോ സമയത്ത് നിന്നാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ആദ്യം ലെഫ്റ്റിൽ നിൽക്കുക, പിന്നെ റൈറ്റിൽ നിൽക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുക. അപ്പോൾ നിർബന്ധമായിട്ടും ഈ 2 ഭാഗത്ത് നിൽക്കുക. അതേപോലെ പിന്നെ ഈ സ്റ്റാൻഡിൽ ഒരു ഭാഗത്തു നിന്ന് വീഡിയോ എടുത്താൽ പിന്നെ ഈ ട്രൈപോഡ് മാറ്റാൻ പാടില്ല. ട്രൈപോഡ് ഒരു പോയിൻ്റ് പോലും ചലിപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഞാനിതാ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഒരു ഭാഗത്ത് വന്ന് നിൽക്കണം. ആദ്യം ഞാൻ ഒരു ഭാഗത്ത് വന്ന് നിന്ന് അവിടെ എനിക്ക് പറയാനുള്ളതൊക്കെ ആദ്യം പറയണം. ഇവിടെ ഒക്കെ റെഡിയാണോ എന്ന് നോക്കി ജസ്റ്റ് ഞാൻ ആദ്യം വന്ന് നിന്നു. എന്നിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് പറയണം. ആ പറയുന്നത് എനിക്ക് കൃത്യമായിട്ടൊരു രണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഫ്രീസായിട്ടോ മൂവ് ചെയ്തിട്ടൊക്കെ നിൽക്കണമല്ലോ. അതിനുവേണ്ടി എൻ്റെ കയ്യിലുള്ള ചെറിയ മൊബൈൽ ഫോണിൽ ഞാൻ ആ പറയുന്ന ഓഡിയോ മാത്രം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയണം. ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്താൽ ഈ റബ്ബർ ബാൻഡിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ കയ്യോ ഒന്നും പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം കട്ടായി പോകും. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ഇവിടെ നിന്ന് പറയണം. ഒരു വാക്ക് പറഞ്ഞിട്ട് കുറച്ച് സമയം അങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കണം. ഒന്നും പറയാതെ അവിടെ നിൽക്കണം. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ഭാഗത്ത് നിന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ആളിങ്ങനെ മിണ്ടാതെ നിൽക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ ആദ്യം ഇവിടെ നിന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞ് കുറച്ച് സമയം മിണ്ടാതിരുന്നു. വീണ്ടും പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ ഈ റബ്ബർ ബാൻഡിൻ്റെ ഇപ്പുറത്തേക്ക് നിന്നു. ഇവിടെ നിന്നും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ ആദ്യം എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു കറക്റ്റ് ഇൻ്റർവെല്ലിലാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നിന്നും എനിക്ക് പറയാനുള്ളതും ഷൂട്ട് ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ മൊബൈൽ ഫോൺ വെച്ച സ്റ്റാൻഡ് ഒരിക്കലും ഒരു പോയിൻ്റ് പോലും ചലിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് ലഭിക്കില്ല. അങ്ങനെ കൃത്യമായിട്ട് ഈ 2 ഭാഗത്തുനിന്നും പറയാനുള്ളത് പറയാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ നമ്മളെ ഷൂട്ടിംഗ് പ്രോസസ്സ് പൂർത്തിയായി. ഇനി അടുത്തത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു 2 കാര്യം മെയിനാണ്. ഒന്ന്, ഈ 2ആയി ഡിവൈഡ് ചെയ്യുക. മറ്റൊന്ന്, ട്രൈപോഡ് ഒരു കാരണവശാലും മൂവ് ആവരുത്. ഇനി കൈൻമാസ്റ്ററിൽ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഞാനിതാ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഗാലറിയിൽ നിന്ന് ഞാനിതാ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടാണ് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് 2 ഭാഗങ്ങളായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ വീഡിയോ ജസ്റ്റ് മീഡിയ എന്നുള്ളതിൽ പോയിട്ട് നോർമലി അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. രണ്ടാമത്തെ വീഡിയോ അതേ വീഡിയോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മീഡിയ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്നും ഇതേപോലെ നേരത്തെ പോലെ ഞാൻ ആ വീഡിയോ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ 2 താഴെയുള്ള ലെയറിൽ നമുക്ക് വീഡിയോ കാണാം. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ
ഇതാ ഇവിടെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഒരു വീഡിയോൻ്റെ മുകളിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ മറ്റ് ഷർട്ടിട്ട് സംസാരിക്കുന്ന വൈറ്റ് ആൻഡ് ബ്ലൂ ഷർട്ടിട്ട് സംസാരിക്കുന്ന ആ ഭാഗത്തേക്ക് പോവാണ്. അവിടെ വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് ആ ഭാഗം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾ 2 വീഡിയോ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ 2 രീതിയിൽ വെച്ചാൽ മതി. ഞാൻ ഒറ്റ വീഡിയോയിൽ തന്നെ ലോങ് ആയിട്ട് ഇത് പെട്ടെന്ന് പറഞ്ഞ് തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പകുതി കട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഭാഗത്തുനിന്ന് ഒരു വീഡിയോ ആയിട്ടും രണ്ടാമത്തെ ഭാഗത്തുള്ളത് അടുത്ത വീഡിയോ ആയിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് സെക്കൻഡായിട്ട് നമ്മളെടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗം ആദ്യ വീഡിയോയുടെ വരുന്ന ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനത് കട്ട് ചെയ്തു. എന്നിട്ട് ഇത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാണ്. നോർമലി കട്ട് ചെയ്യാനുള്ള ടൂൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അത് ഞാൻ പറയുന്നില്ല. അത് ട്രിം ചെയ്തു. എന്നിട്ട് ഇത് ഈ ഭാഗത്തേക്ക് ഫസ്റ്റ് ഭാഗത്തേക്ക് സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി അവിടെ വെച്ചാൽ നമുക്ക് കാണാം, നമുക്ക് 2 ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും, 2ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഒരു ഭാഗത്ത് വൈറ്റ് ഷർട്ടിട്ടതും മറ്റേ ഭാഗത്ത് ആ ഒരു ചെക്ക് ഷർട്ടിട്ട ഭാഗത്തും. ഇനി ഇത് ഞാൻ കുറച്ച് സൂം ചെയ്തു. എന്നിട്ട് ഈ ആദ്യത്തെ സെക്കൻഡ് വീഡിയോയിൽ ലെയറായി വെച്ചിട്ടുള്ള വീഡിയോയിലുള്ള ഭാഗം ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് എന്നുള്ള ഭാഗം ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. ഒരു പകുതിയാകുമ്പോൾ ഇതിൻ്റെ എത്ര പകുതിയായെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ക്രോപ്പ് ചെയ്യാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമ്മുടെ കൈ ക്രോപ്പ് ചെയ്ത ഭാഗത്തേക്ക് പോയാൽ അവിടെ കട്ടായി പോകും. അപ്പോൾ ഞാൻ ആവശ്യമുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത്രയുമാണ് ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാനിവിടെ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു സെക്കൻഡ് വീഡിയോൻ്റെ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഞാനിതിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഞാനിതാ 2ആയിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും 2 ലെയറുണ്ട്. ആ 2 ലെയറിലും 2 പേര് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഞാനിത് എഡിറ്റ് ചെയ്തത്. സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ രൂപത്തിൽ ഞാനത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏത് ഭാഗത്താണോ മാറ്റം വേണ്ടത് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട്, എങ്ങനെയാണോ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് നമ്മൾ പറയുന്നതൊക്കെ ക്ലിയർ ആക്കിയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഓഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് റെക്ടിഫൈ ചെയ്ത് ഏത് ഭാഗം വരെ വേണോ അവിടെ കട്ട് ചെയ്ത്, അങ്ങനെ നമുക്ക് ആവശ്യമായ കൈൻമാസ്റ്ററിൽ നോർമലി നമ്മൾ ചെയ്യുന്ന എഡിറ്റിംഗ് വരുത്താവുന്നതാണ്. വേണമെങ്കിൽ ഈ 2 വീഡിയോയുടെ മുകളിലായിട്ട് ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ, ഞാനിവിടെ ഒരു സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസ്യത, ഡബിൾ റോൾ ആണെങ്കിലും കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്തു. ഇത് 2ൻ്റെയും സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട്. ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഫോണ്ടും ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഫോണ്ടൊന്ന് മാറ്റിയിട്ട് ഈ കാണുന്ന രൂപത്തിൽ വെച്ചാൽ കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഞാൻ ഈ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും കൈൻമാസ്റ്ററിലും മറ്റു വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളിലുമൊക്കെ ചെയ്യാനുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള സമാനമായ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ചാനലിനെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.